ഓൾഡ് ട്രാഫോർഡിൽ 2019 ജൂലൈ 9 നടന്നത് എന്താണോ അത് തന്നെയാണ് അയാൾക്ക് ഇവിടെയും സംഭവിച്ചത്. തന്റെ ടീമിന് വേണ്ടി ഒറ്റയ്ക്ക് പൊരുതിയിട്ടും തോൽവി ഏറ്റുവാങ്ങാനാണ് അയാൾക്ക് വിധി. രവീന്ദ്ര ജഡേജ. കോഹ്ലിയും രോഹിത്തും അശ്വിനുമെല്ലാം തങ്ങളുടെ ടെസ്റ്റ് കരിയർ നിർത്തി മടങ്ങിയപ്പോഴും ജഡേജ ഇന്നും മിന്നു ഫോമിൽ ടീമിൽ തന്നെയുണ്ട്. തുടർച്ചയായ 4ാം 50+ സ്കോർ നേടിക്കൊണ്ട് അയാൾ തന്റെ പ്രതിഭയ്ക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിക്കുന്നു. ലോർഡ്സിലെ 4ാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ താരങ്ങൾ എല്ലാവരും തന്നെ ബാറ്റിംഗ് മറന്നപ്പോൾ ഇംഗ്ലണ്ടിന് മുൻപിൽ വൻമതിൽ തീർത്തത് ജഡേജയായിരുന്നു. ലഞ്ചിന് തൊട്ടു മുൻപ് നിതീഷ് റെഡ്ഡി കൂടെ മടങ്ങിയതോടെ വലിയൊരു തോൽവിയാണ് ഇന്ത്യ മുൻപിൽ കണ്ടത്. ലഞ്ചിന് ശേഷം ജഡേജയും ബുംറയും ക്രീസിലേക്ക് നടക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരാൾ പോലും ഈ മത്സരം ടീ വരെ പോകുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല. കമന്ററി ബോക്സിൽ നിന്നും രവി ശാസ്ത്രി പോലും പറഞ്ഞത് ജഡേജ അറ്റാക്ക് ചെയ്ത് കളിക്കണമെന്നാണ്. ഇംഗ്ലണ്ട് ടീമും അത് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ക്യാച്ചിന് വേണ്ടി മാക്സിമം ഫീൽഡേഴ്സിനെ സ്റ്റോക്സ് ബൗണ്ടറിയിൽ തന്നെയാണ് പ്ലേസ് ചെയ്തത്. എന്നാൽ ജഡേജയുടെ പ്ലാൻ മറ്റൊന്നായിരുന്നു. ബുംറയെയും സിറാജിനെയും താരം വിശ്വസിച്ചപ്പോൾ വലിയൊരു ഫൈറ്റ് ബാക്കാണ് ഇന്ത്യ നടത്തിയത്. അഗ്രസീവായ ഒരു ഷോട്ട് ആകെ ഒരു വട്ടം മാത്രമാണ് ജഡേജ നടത്തിയത്. അതും അമ്പയർ തെറ്റായ തീരുമാനമെടുത്ത് ഔട്ട് വിധിക്കപ്പെട്ട പന്തിന് ശേഷമുള്ള ആദ്യ പന്തിൽ. ഇംഗ്ലണ്ടിന് കിട്ടിയ മൊമെന്റം ഒറ്റയടിക്ക് ആ സിക്സ് ഇല്ലാതെയാക്കി. ബാക്കിയെല്ലാം പ്രോപ്പർ ടെസ്റ്റ് ബാറ്റിംഗ് തന്നെയാണ് ജഡേജ നടത്തിയത്. ഇംഗ്ലണ്ടിന്റെ പ്ലാൻ പൊളിഞ്ഞത് അവിടെ തന്നെയാണ്. ഒടുവിൽ വിജയിച്ചു കയറിപ്പോകുന്ന സ്റ്റോക്സിന്റെ ശരീരഭാഷയിൽ ഉണ്ടായിരുന്നു എത്രമാത്രം ഇംഗ്ലണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്ന്. തോറ്റുവെങ്കിലും അവസാനം കാഴ്ചവെച്ച ഫൈറ്റ് ബാക്ക് ഇന്ത്യക്ക് അടുത്ത മത്സരത്തിൽ ഗുണം ചെയ്യും. നിർഭാഗ്യം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്ത്യക്കിത്. ആദ്യ ഇന്നിംഗ്സിലെ ജാമി സ്മിത്തിന്റെ ക്യാച്ച് ഡ്രോപ്പും പന്തിന്റെ റൺഔട്ടും അമ്പയറിന്റെ പല തീരുമാനങ്ങളും 2ാം ഇന്നിംഗ്സിലെ 25 ബൈയും എല്ലാം ഇന്ത്യക്ക് ഈ 22 റൺസ് തോൽവിയിൽ നിർണായകമായി. എങ്കിലും പൊരുതി തന്നെ തോറ്റു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. യുവനിര ഇംഗ്ലണ്ടിന് മുൻപിൽ വിരോചിതമായി തന്നെ പോരാടി. ബാസ്ബോൾ ശൈലി പോലും ഇംഗ്ലണ്ട് ഈ മത്സരത്തിൽ പിന്തുടർന്നില്ല എന്നത് തന്നെ ഇന്ത്യൻ യുവനിരയുടെ വിജയമാണ്. ഇനിയും 2 മത്സരം ബാക്കിയുണ്ട്. ഈ മത്സരത്തിൽ വന്ന ചെറിയ തെറ്റുകൾ തിരുത്തിയാൽ ഇന്ത്യക്ക് മുൻപിൽ ഇനിയും സാധ്യതകളുണ്ട്. തോറ്റുപോയെങ്കിലും ജഡേജയുടെ ഈ ഇന്നിംഗ്സ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പായി രേഖപ്പെടുത്തുമെന്നത് ഉറപ്പാണ്.